ജീസസ് റെയിൻസ്. യേശു വാഴുന്നു. വീണ്ടും യേശു ക്രിസ്തുവിൻ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പഠനങ്ങൾ, ചിന്തകളാണ് നാം ഈ എപ്പിസോഡുകളിൽ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞുപോയ എപ്പിസോഡ് നിങ്ങൾക്ക് ഉപകാരപ്രദവും അനുഗ്രഹപ്രദവുമായി തീർന്നു എന്ന് വിശ്വസിക്കുകയാണ്. ബൈബിളിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള അനേകം സമാന്തരങ്ങളുണ്ട്. പ്രകൃതിയിൽ നാം സാധാരണ കാണുന്ന പല കാര്യങ്ങളോടും പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളെ സമാന്തരപ്പെടുത്തിയിരിക്കുന്നു. സിംബോളിക്കായിട്ടുള്ള നെയിംസ്, പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പേരുകൾ നമുക്ക് ബൈബിളിൽ കാണുവാൻ കഴിയുന്നു. യേശു ക്രിസ്തു നമുക്ക് നൽകിയ ഏറ്റവും വലിയ വാഗ്ദത്തമാണ് പരിശുദ്ധാത്മാവ്. ദൈവത്തിൻ്റെ ദാനമാകുന്നു പരിശുദ്ധാത്മാവ്. വിശ്വസിച്ചാൽ മതി, സ്വീകരിച്ചാൽ മതി, പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വന്ന് നിറയുവാനിടവരും. യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചവർക്ക് അവർക്കുള്ള ഒരു ഭാഗ്യകരമാകുന്ന, അത്ഭുതകരമാകുന്ന ഒരനുഭവമാണ് പരിശുദ്ധാത്മാവ്. നിങ്ങളും യേശുവിനെ ഇതുവരെയും രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ നല്ല അവസരം. ഇപ്പോൾ തന്നെ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുക. യേശുവിനെ നിങ്ങൾ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്നതോടുകൂടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ നിങ്ങൾ യോഗ്യരായിത്തീരും. പരിശുദ്ധാത്മാവ് നമ്മിൽ വന്നു കഴിഞ്ഞാൽ ജീവിതം അത്ഭുതകരമാണ്. ഏകദേശം 20 വർഷങ്ങൾക്ക് മുന്നമേയാണ് ഞാൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞത്. അന്ന് ഞാനൊരു ലോ കോളേജ് വിദ്യാർത്ഥിയായിരുന്നു. നിയമ വിദ്യാഭ്യാസം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് എനിക്ക് പരിശുദ്ധാത്മാവിനാൽ നിറയുവാനുള്ള ഭാഗ്യം ലഭിച്ചത്. അന്നു മുതലുള്ള ഒരു ജീവിതമാണ്. പരിശുദ്ധാത്മാവാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സുഹൃത്ത്. പരിശുദ്ധാത്മാവുമായി ചേർന്നുള്ള ജീവിതം വളരെ സന്തോഷമുള്ള ജീവിതമാണ്. നിങ്ങൾക്കും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ കഴിയും. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ബൈബിളിൽ എണ്ണ പ്രകൃതിയിൽ എങ്ങനെ പ്രവർത്തിക്കുമോ എണ്ണയുടെ പ്രവൃത്തികളുമായി സമാന്തരപ്പെടുത്തി ബൈബിളിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 23-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ എൻ്റെ തലയെ അവൻ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. അഭിഷേകം എന്ന വാക്ക് പരിശുദ്ധാത്മാവിനാൽ ലഭ്യമാകുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് അഭിഷേകമെന്നത്. നാം പരിശുദ്ധാത്മാവിനാൽ നിറയുന്ന, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തികൾക്ക് വേണ്ടി നമ്മെ പരിശുദ്ധാത്മാവ് ഉപയോഗിച്ചു തുടങ്ങുമ്പോൾ അതിന് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമെന്ന് പറയുവാൻ കഴിയും. പരിശുദ്ധാത്മാവ് അവൻ എന്നെ എണ്ണ കൊണ്ട്, എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുന്ന ആ സന്ദർഭത്തിൽ അവിടുന്ന് നമ്മെ അഭിഷേകം ചെയ്യുവാനിടവരും. ഭൂമിയിൽ എണ്ണ എങ്ങനെ പ്രവർത്തിക്കുന്നുവോ അതേപോലെ പരിശുദ്ധാത്മാവിനാലുള്ള അത്ഭുതകരമാകുന്ന അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുവാനിടവരും. നമുക്ക് കാണുവാൻ കഴിയുന്നു, ഒരു വിളക്ക് കത്തണമെന്നുണ്ടെങ്കിൽ, പണ്ടുകാലത്ത് എണ്ണ ഉപയോഗിച്ച് കത്തുന്ന വിളക്കുകൾ, ആ വിളക്ക് കത്തണമെന്നുണ്ടെങ്കിൽ ആ വിളക്കിന് എണ്ണ ആവശ്യമാണ്. പഴയ നിയമത്തിൽ ആലയത്തിൽ കത്തുന്ന വിളക്കുണ്ടായിരുന്നു. ആ വിളക്ക് നിരന്തരം കത്തിക്കൊണ്ടിരിക്കണം. അതിന് കത്തുവാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത് ഇടിച്ചെടുത്ത ഒലിവെണ്ണയാണ്. പുറപ്പാട് പുസ്തകം 27-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇടിച്ചെടുത്ത ഒലിവെണ്ണയാണ് ആലയത്തിലെ വിളക്കിനെ കത്തിക്കുവാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത്. ആ വിളക്ക് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് പുറപ്പെടുന്ന ശോഭ, ആ തിളക്കമാർന്ന അനുഭവം, അതേപോലെ പരിശുദ്ധാത്മാവ് നമ്മിൽ വരികയാണ് എങ്കിൽ നാം തിളക്കമുള്ളവരായി ശോഭിക്കുവാനിടവരും. അതിനുള്ള ശക്തി പരിശുദ്ധാത്മാവിൽ നിന്ന് നമുക്ക് ലഭിക്കുവാനിടവരും. നാം എല്ലാവരും യേശുവിൻ്റെ വെളിച്ചത്താൽ നിറയേണ്ടവരാണ്. കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ഒരു വലിയ അനുഗ്രഹമാണ്. കർത്താവ് ഈ ലോകത്തിൻ്റെ വെളിച്ചമായിരിക്കുന്നത് പോലെ അവിടുന്ന് നമ്മെ ലോകത്തിൻ്റെ വെളിച്ചമാക്കിയിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ എണ്ണ നമ്മുടെ മേൽ വരികയാണ് എങ്കിൽ നമുക്ക് ഇരുട്ടിൽ പ്രകാശിക്കുവാൻ കഴിയും. ഇരുട്ടിലുള്ളവരെയും പ്രകാശത്തിലേക്ക് നമുക്ക് നയിക്കുവാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിലും കർത്താവിൻ്റെ ജീവനെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നു. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കുകയില്ല. ഇരുളും വെളിച്ചവും തമ്മിലൊരു യുദ്ധമുണ്ടായാൽ ആരാ ജയിക്കുവാൻ പോകുന്നത്? ഇരുളിനെ ഒരു നിമിഷം കൊണ്ട്, ഒരു സെക്കൻഡ് കൊണ്ട് വെളിച്ചം പരാജയപ്പെടുത്തുവാൻ കഴിയും. ചരിത്രത്തിൽ ഒരിക്കലും വെളിച്ചത്തെ പരാജയപ്പെടുത്തുവാൻ ഇരുളിന് കഴിഞ്ഞിട്ടില്ല. ഇരുളിനെ പരാജയപ്പെടുത്തുവാൻ വെളിച്ചത്തിന് യുദ്ധം ചെയ്യേണ്ട കാര്യമില്ല. വെളിച്ചം വന്നാൽ ഇരുൾ അപ്രത്യക്ഷമാകുവാനിടവരും. യേശു വന്നാൽ ഇരുൾ അപ്രത്യക്ഷമാകുവാനിടവരും. യേശു വന്നാൽ രോഗം അപ്രത്യക്ഷമാകുവാനിടവരും. യേശു വന്നാൽ തകർച്ച അപ്രത്യക്ഷമാകുവാനിടവരും.
ഇരുണ്ട മുറിക്കകത്ത് കയറിയതിന് ശേഷമായിട്ട് ഇരുട്ടിനെ പുറത്ത് ചാടിക്കുവാൻ വേണ്ടി നിങ്ങൾ യുദ്ധം നടത്തേണ്ട വല്ല കാര്യവുമുണ്ടോ? ഇല്ല. വെളിച്ചം പരത്തുന്ന വിളക്ക് കത്തിച്ചാൽ മതി. വെളിച്ചം വരുന്ന ആ നിമിഷത്തിൽ തന്നെ ഇരുൾ പുറത്തു പോകുവാൻ ഇടവരും. ആ വെളിച്ചത്തെ പുറപ്പെടുവിക്കുവാൻ ദൈവം നമ്മെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. ലോകത്തിൽ നിന്നുള്ള എല്ലാ ഇരുളുകളെയും നീക്കുവാൻ തക്കവണ്ണം നമ്മെ കർത്താവ് ഒരു വെളിച്ചമാക്കി തീർക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതിന് പരിശുദ്ധാത്മാവിൻ്റെ എണ്ണ നമുക്ക് ആവശ്യമാണ്. ആ വെളിച്ചം നമ്മിൽ നിന്ന് പുറപ്പെടണമെന്നുണ്ടെങ്കിൽ, നമുക്ക് തിളക്കമാർന്ന നിലയിൽ ശോഭിക്കുവാൻ കഴിയണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ എണ്ണ നമുക്ക് ആവശ്യമാണ്. അതേപോലെ തന്നെ നമുക്ക് ഇഫക്റ്റീവ് സർവീസിന് വേണ്ടി, ഫലപ്രദമാകുന്ന സേവനത്തിന് വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ എണ്ണ ആവശ്യമാണ്. പഴയ നിയമത്തിൽ തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 1 ശമൂവേലിൻ്റെ പുസ്തകം 16-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യത്തിൽ ദാവീദ് എന്ന് പറയുന്ന ഒരു ബാലകനെ ശമൂവേൽ പ്രവാചകൻ തൈലക്കൊമ്പിൽ നിന്ന് എണ്ണ ഒഴിച്ച് അഭിഷേകം ചെയ്യുന്നു. അതോടുകൂടെ അവന് ഫലപ്രദമാകുന്ന സേവനങ്ങൾ, ആ രാജ്യത്തിന് വേണ്ടി ഫലപ്രദമാകുന്ന സേവനങ്ങൾ ചെയ്യുവാൻ കഴിയുന്ന രാജകീയ അഭിഷേകത്തിലേക്ക് അവൻ ഉയർന്നു വരികയാണ്. അവന് രാജകീയ അഭിഷേകം ആ പ്രത്യേക സന്ദർഭത്തിൽ ലഭിക്കുന്നു. അവിടെ നമുക്ക് ഓൾഡ് ടെസ്റ്റമെന്റിൽ പുരോഹിതന്മാരെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രവാചകന്മാരെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. അതേപോലെ രാജാക്കന്മാരെയും എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. അത് എന്തിനടയാളമാകുന്നു? ഫലപ്രദമാകുന്ന സേവനത്തിന്, ഇഫക്റ്റീവ് സർവീസിന്. നിങ്ങൾക്കും അനേകമാകുന്ന ദൗത്യങ്ങളുണ്ട്. അത് ആത്മീകമാകട്ടെ, നിങ്ങളുടെ വ്യക്തിപരമാകുന്ന ഭൗതിക മണ്ഡലത്തിലെ ദൗത്യമാകട്ടെ, നിങ്ങൾക്ക് ഫലപ്രദമായ സേവനങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്യുന്ന ആ ദൗത്യങ്ങളിൽ നിങ്ങൾക്ക് ഫലപ്രദമായി വിജയികളായി തീരണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഉപാധിയാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ വരട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ എണ്ണ നിങ്ങളുടെ മേൽ ഒഴുകുവാനിട വരട്ടെ. പരിശുദ്ധാത്മാവിൽ ഉള്ള വിജയങ്ങളും സാധാരണ നിലയിൽ നിങ്ങളുടെ സ്വന്തമായ കഴിവുകളുടെ അടിസ്ഥാനത്തിലുള്ള വിജയങ്ങളും തമ്മിൽ വലിയ അന്തരമുണ്ട്. സ്വന്തമാകുന്ന കഴിവുകളുടെ അടിസ്ഥാനത്തിലുള്ള വിജയങ്ങളിൽ നമുക്ക് നമ്മിൽ തന്നെ വലിയ പ്രശംസയുണ്ടാകുവാൻ ഇടവരും. എന്നാൽ പരിശുദ്ധാത്മാവിനാൽ നമുക്കൊരു വിജയം ലഭിക്കുകയാണെങ്കിൽ സ്വയപ്രശംസകൾ അപ്രത്യക്ഷമാകും. മറിച്ച് നമുക്ക് കർത്താവിൽ തന്നെ ആശ്രയിക്കുവാൻ കഴിയും. സകല വിജയങ്ങൾക്കുമുള്ള പ്രശംസ പരിശുദ്ധാത്മാവിന് കൊടുക്കുവാൻ കഴിയും. സകല വിജയങ്ങൾക്കുമുള്ള പ്രശംസ ദൈവത്തിന് കൊടുക്കുവാൻ കഴിയും. ഫലപ്രദമായ നിലയിൽ നിങ്ങൾ സേവനം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ദൗത്യങ്ങളിൽ വിജയികളായി തീരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ എണ്ണ നിങ്ങളുടെ മേൽ വരുവാനിട വരട്ടെ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 8-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഗിലെയാദിലെ എണ്ണയെക്കുറിച്ചുള്ളൊരു പരാമർശം കാണുവാൻ കഴിയുന്നുണ്ട്. ഗിലെയാദിലെ എണ്ണ രോഗശാന്തിക്ക് ഉതകുന്നതായിരുന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിലും യാക്കോബ് അപ്പോസ്തലനും പറയുകയാണ്, തമ്മിൽ പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ രോഗികൾക്ക് വേണ്ടി എണ്ണ പൂശി നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും. പണ്ടുകാലത്തൊക്കെയും സാധാരണ സൗഖ്യങ്ങൾക്ക് പ്രകൃതിയിൽ നിന്ന് ലഭ്യമാകുന്ന എണ്ണ ഉപയോഗിച്ചിരുന്നു. ഒലിവെണ്ണയിലും മറ്റും സൗഖ്യമാക്കുവാനുള്ള ശക്തി ആ എണ്ണയിൽ അടങ്ങിയിരുന്നു. അത് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന എണ്ണയാണ്. ആ എണ്ണയിൽ സൗഖ്യമാക്കുന്ന ശക്തി അടങ്ങിയിരുന്നു. അങ്ങനെ പലരും ആ എണ്ണ ഉപയോഗിച്ച് ശരീരസൗഖ്യം സ്വീകരിച്ചിരുന്നു. എല്ലാ സൗഖ്യങ്ങളുടെയും സ്രോതസ് യേശുവാണ്. യേശു നിങ്ങളെ തൊടുന്ന സന്ദർഭത്തിൽ പരിശുദ്ധാത്മാവാണ് നിങ്ങളെ യഥാർത്ഥത്തിൽ സൗഖ്യമാക്കുന്നത്. അവിടുത്തെ എണ്ണ നിങ്ങളുടെ മേൽ വരികയാണെങ്കിൽ, ഗിലെയാദിലെ എണ്ണ നിങ്ങളുടെ മേൽ വരികയാണെങ്കിൽ ഏത് രോഗവും സൗഖ്യമാകുവാൻ ഇടവരും. ഈ കാലം രോഗങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്ന ഒരു പ്രത്യേക കാലമാണ്. എല്ലാ ഇടങ്ങളിലും രോഗത്തിൻ്റെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈദ്യശാസ്ത്രത്തിൻ്റെ സഹായത്തിൽ ലഭ്യമാകുന്ന പല മരുന്നുകളും വേണ്ടവണ്ണം ഫലപ്രദമാകാതിരിക്കുമ്പോൾ ഇന്ന് നിങ്ങൾക്ക് വിശ്വസിച്ച് സ്വീകരിക്കുവാൻ കഴിയുമോ? പരിശുദ്ധാത്മാവിനാൽ ലഭ്യമാകുന്ന ഈ മരുന്ന് നിങ്ങളുടെ സൗഖ്യത്തെ സ്ഥിരപ്പെടുത്തുന്നതാണ്. നിങ്ങളുടെ രോഗത്തെ പുറത്താക്കും, നിങ്ങളുടെ സൗഖ്യത്തെ സ്ഥിരപ്പെടുത്തുവാനിട വരും. ഈ എണ്ണ, പരിശുദ്ധാത്മാവിൻ്റെ ഈ പ്രവൃത്തി നമ്മിലേക്ക് ഒഴുകി വരികയാണ് എങ്കിൽ അനേകമാകുന്ന ആശീർവാദങ്ങൾ നമുക്ക് ലഭിക്കുവാനിട വരും. 45-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. സന്തോഷ തൈലം കൊണ്ട്. ഈ എണ്ണയ്ക്ക് മറ്റൊരു പേരാണ് സന്തോഷ തൈലം എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മിൽ വരുന്ന സന്ദർഭത്തിൽ നമുക്ക് ലോകത്തിലെങ്ങും ലഭിക്കാത്ത വലിയ സന്തോഷം ലഭിക്കുവാനിട വരും. അതുകൊണ്ട് റോമാലേഖനം അതിൻ്റെ 14-ാം അധ്യായം 17-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. പരിശുദ്ധാത്മാവിലൂടെ ലഭിക്കുന്ന സന്തോഷം,
ഇന്ന് ഭൂമിയിൽ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി, സന്തോഷം തരുവാൻ വേണ്ടിയുള്ള ഇൻഡസ്ട്രി തന്നെയുണ്ട്. മാധ്യമങ്ങളിലൂടെയും മറ്റുമായിട്ട് സന്തോഷം നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുന്ന പല സംവിധാനങ്ങളും ഇന്ന് ഭൂമിയിലുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ, അതെല്ലാം താൽക്കാലികമാകുന്നു. യഥാർത്ഥ സന്തോഷം അതൊന്നും നിങ്ങൾക്ക് നൽകിത്തരികയില്ല. സുഖം തരുവാൻ വേണ്ടിയുള്ള, സന്തോഷം തരുവാൻ വേണ്ടിയുള്ള ഈ എന്റർടൈൻമെന്റ് സംവിധാനങ്ങളൊന്നും നിങ്ങൾക്ക് നിലനിൽക്കുന്ന സന്തോഷം നൽകിത്തരികയില്ല. പ്രിയമുള്ളവരെ, നിലനിൽക്കുന്ന സന്തോഷം നൽകിത്തരുവാൻ യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയുകയുള്ളൂ. പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയുകയുള്ളൂ. അവൻ്റെ പക്കലാണ് ആ യഥാർത്ഥ സന്തോഷത്തിനുള്ള തൈലമുള്ളത്. പരിശുദ്ധാത്മാവിലൂടെ മാത്രമേ നമുക്ക് ആ ആനന്ദ തൈലത്താലുള്ള അഭിഷേകം ലഭിക്കുകയുള്ളൂ. സാധാരണ ഞാൻ എൻ്റെ പ്രഭാഷണങ്ങളിൽ പറയുന്ന ഡിപ്രഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഒരിക്കൽ കൂടെ ആവർത്തിക്കുകയാണ്. ഡിപ്രഷൻ ഉള്ള രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നു. ഞങ്ങൾക്ക് പല പ്രിയപ്പെട്ടവരിൽ നിന്നും അവരുടെ പ്രാർത്ഥനാ വിഷയം, അതിലൊരു പ്രധാനപ്പെട്ട പ്രാർത്ഥനാ വിഷയമാണ് ലഭിക്കുന്നത്. അവർ നിരാശയുള്ളവരാണ്, ഡിപ്രഷന് മരുന്ന് കഴിച്ചു കൊണ്ടിരിക്കുന്നു. ഡിപ്രഷനുള്ളവരുടെ ഒരു സർവേ കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. പല വ്യക്തികളും ആ സർവേയിൽ പറയുന്നത്, മരുന്ന് കഴിച്ചിട്ട്, വൈദ്യശാസ്ത്രം അവർക്ക് കൊടുക്കുന്ന മരുന്ന് കഴിച്ചിട്ട് അവരുടെ പ്രശ്നം നിലനിൽക്കുന്ന നിലയിൽ പരിഹരിക്കപ്പെടുന്നില്ല. അതിലുപരിയായിട്ട് ഒരിക്കൽ ഇത്തരത്തിലുള്ള സൈക്കാട്രിക് രോഗങ്ങൾക്ക് മരുന്ന് കഴിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ മരുന്ന് അവസാനിപ്പിക്കുവാൻ കഴിയുകയില്ല. മരണപര്യന്തം ആ മരുന്ന് കഴിക്കേണ്ടത് ആവശ്യമാണ്. അത്തരത്തിൽ മനുഷ്യൻ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നിലനിൽക്കുന്നത് എന്തെങ്കിലും എവിടെ നിന്നെങ്കിലും ലഭിക്കുമോ? അതാണ് ഈ വചനത്തിലൂടെ ലഭിക്കുന്നത്. നിലനിൽക്കുന്നതാണ്, മാറിപ്പോകാത്തതാണ്, നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതാണ്. നിങ്ങൾ ആ നിരാശയിൽ തന്നെ ജീവിതം നയിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ജീവിതം ആത്മഹത്യയിലോ മരണത്തിലോ കൊണ്ടുവന്ന് അവസാനിപ്പിക്കേണ്ട കാര്യമില്ല. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് നിലനിൽക്കുന്ന പരിഹാരം, നിലനിൽക്കുന്ന വിജയം യേശുവിലൂടെ ലഭിക്കുവാനിടവരും. അതാണ് ഈ വചനത്തിലൂടെ ലഭ്യമാകുന്നത്. 10-20 വർഷങ്ങൾക്ക് മുന്നമേ വ്യക്തിപരമായി ഞാനും ഏകദേശം വളരെ കടുത്ത നിരാശയും മനോഭാരങ്ങളും മനോവ്യഥകളും നേരിട്ടൊരു വ്യക്തിയാണ്. എന്നാൽ യേശുവിനെ കണ്ടുമുട്ടിയതിന് ശേഷം എനിക്കുണ്ടായ ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത്, ഞാനൊരു വിദ്യാർത്ഥിയായിരുന്ന സന്ദർഭത്തിൽ തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയുവാനിടയായി. ആ നിറവാണ് എൻ്റെ വ്യക്തിപരമാകുന്ന ജീവിതത്തിൽ നാളുകൾ പരിശുദ്ധാത്മാവിനിൽ പ്രവർത്തിച്ച് 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 ആ നിരാശയുടെ അവസാനത്തെ വേരിനെയും പുറത്താക്കി നിലനിൽക്കുന്ന സന്തോഷ തൈലത്തിൻ്റെ നിറവ് അനുഭവിക്കുവാൻ ഭാഗ്യം നൽകിയത്. അത് തന്നെ നിങ്ങൾക്കും പ്രാപിക്കുവാൻ കഴിയും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാമത്തെ അധ്യായത്തിൽ ഡിപ്രഷനെ കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ വിഷണ്ണ മനസ്സ് എന്നാണ് അവിടെ പറയുന്നത്. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ സ്പിരിറ്റ് ഓഫ് ഹെവിനെസ് എന്നാണ് പറയുന്നത്. അത് നിരാശയുടെ ഒരു ആത്മാവെന്നാണ് പറയുന്നത്. പല നിരാശകളുടെ പിന്നിലും ഒരു ദുരാത്മാവിൻ്റെ പ്രവൃത്തിയുണ്ട്. ദുരാത്മാക്കളാണ് നിങ്ങൾക്ക് നിരാശകൾ കൊണ്ടുവന്ന് നിങ്ങളെ പീഡിപ്പിക്കുന്നത്, നിങ്ങളുടെ ജീവിതം അസംതൃപ്തമാക്കുന്നത്. എന്നാൽ ആ നിരാശയ്ക്ക് പകരമായിട്ട് അവിടെ ലഭ്യമാകുന്നതാണ് സ്തുതി എന്ന മേലാടയും അതോടൊന്നിച്ച് ഈ സന്തോഷത്തിൻ്റെ തൈലവും. ഈ സന്തോഷത്തിൻ്റെ തൈലം നിങ്ങൾക്ക് ലഭിക്കുകയും നിങ്ങളുടെ അധരം സ്തുതിക്ക് വേണ്ടി തുറക്കപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ മഹാ അത്ഭുതം സംഭവിക്കുവാനിടവരും. പിന്നീട് ആ നിരാശയ്ക്ക് അവിടെ തുടരുവാൻ കഴിയുകയില്ല. ആനന്ദ തൈലത്തിൻ്റെ അഭിഷേകമുള്ളവരായി നിങ്ങൾക്ക് ജീവിക്കുവാൻ കഴിയും. പരിശുദ്ധാത്മാവ് നമുക്ക് ആനന്ദ തൈലം നൽകിത്തരുന്നു, സന്തോഷ തൈലം നമുക്ക് നൽകിത്തരികയാണ്. അതോടൊന്നിച്ച് പരിശുദ്ധാത്മാവിൻ്റെ മറ്റൊരു പ്രവർത്തന മേഖലയാണ്, പരിശുദ്ധാത്മാവ് നമ്മിൽ വരുമ്പോൾ, പരിശുദ്ധാത്മാവ് എണ്ണ പോലെ നമ്മിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങുമ്പോൾ പരിശുദ്ധാത്മാവ് ഒരു സോഴ്സ് ഓഫ് സുഗന്ധമായി തീരുകയാണ്, ഒരു ഫ്രാഗ്രൻസിൻ്റെ സോഴ്സായി തീരുകയാണ്. ഓയിൽ ഓഫ് ഫ്രാഗ്രൻസ്, സുഗന്ധം പരത്തുന്ന പ്രവൃത്തി നമ്മിലൂടെ പരിശുദ്ധാത്മാവ് പുറപ്പെടുവിക്കുവാൻ തുടങ്ങും. നമ്മിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ മറ്റുള്ളവരിലേക്ക് സുഗന്ധം പരത്തുന്ന നിലവാരത്തിൽ നമ്മിലൂടെ പുറപ്പെടുവാനിടവരും. 133-ാമത്തെ സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട്, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. അത് വസ്ത്രത്തിൻ്റെ വിളിമ്പിലേക്ക് നീണ്ടുകിടക്കുന്ന താടിയിലേക്ക്, അഹരോന്റെ താടിയിലേക്ക് തന്നെ ഒഴുകുന്നതായി അവൻ്റെ തലയിലെ വിശേഷ തൈലം പോലെയും. അവിടെ പഴയ നിയമത്തിലെ മഹാപുരോഹിതനാകുന്ന അഹരോന്റെ തലയിൽ ഒഴുകുന്ന എണ്ണ, ആ എണ്ണ അഹരോന്റെ ശരീരത്തിലേക്ക് ഒഴുകുകയാണ്. പുതിയ നിയമത്തിലും നാം ആ ഭാഗത്തെ സ്വീകരിക്കുകയാണ് എങ്കിൽ ക്രിസ്തുവെന്ന തലയിൽ നിന്ന് മഹാപുരോഹിതൻ
നമ്മുടെ മഹാപുരോഹിതൻ ആരാകുന്നു? നമ്മുടെ അപ്പോസ്തലൻ ആരാകുന്നു? നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവാണ്. അവിടുന്ന് അഭിഷക്തനാകുന്നു, അവിടുന്ന് അഭിഷേകം ചെയ്യുന്നവനാകുന്നു. അവിടുത്തെ തലയിൽ നിന്നൊഴുകുന്ന അഭിഷേക തൈലം, ആ തൈലം ശരീരമാകുന്ന സഭയിലേക്ക് ഒഴുകുവാനിടവരും. നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാകുന്നു എങ്കിൽ നിങ്ങൾ ശരീരമാകുന്ന സഭയുടെ ഭാഗമാണ്. ശരീരത്തിൻ്റെ പ്രത്യേകത എന്താണ്? ശരീരം തലയോട് ചേർന്ന് നിൽക്കുകയാണ്, യോജിച്ച് നിൽക്കുകയാണ്. തല കൂടാതെ ശരീരത്തിന് നിലനിൽക്കുവാൻ കഴിയുകയില്ല. തല കൂടാതെ ശരീരത്തിൽ ജീവൻ വ്യാപരിക്കുകയില്ല. തലയോട് ചേർന്ന് നിൽക്കുന്ന ശരീരം, യോജിച്ച് നിൽക്കുന്ന ശരീരം ഒന്നാകുന്നു. തലയുമായി ശരീരം ഒന്നാകുന്നു. സഭ ക്രിസ്തുവുമായി ഒന്നാകുന്നു. ഒരു യോജിപ്പുണ്ട്. നിങ്ങൾ യേശുവിലുള്ള വ്യക്തിയാകുന്നുവെങ്കിൽ, നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്നുവെങ്കിൽ, തലയാകുന്ന ക്രിസ്തുവിനോട് നിങ്ങൾ യോജിച്ച് നിൽക്കുകയാണ്. യോജിച്ച് നിൽക്കുന്ന നിങ്ങളിലേക്ക് തലയിൽ നിന്ന് അഭിഷേക തൈലം ഒഴുകുവാനിടവരും. ആ അഭിഷേക തൈലം നിങ്ങളിലേക്ക് ഒഴുകുകയാണെങ്കിൽ അത് സുഗന്ധം പരത്തുന്ന അഭിഷേക തൈലമാണ്. നിങ്ങളിലൂടെ വെളിപ്പെടുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തികൾ സുഗന്ധം പരത്തുവാനിടവരും. ഒരിക്കൽ 18 വയസ്സുള്ള അന്ധയാകുന്ന ഒരു പെൺകുട്ടിയെ കർത്താവാകുന്ന യേശുക്രിസ്തു അത്ഭുതകരമായി സൗഖ്യമാക്കി. അതൊരു സുഗന്ധം പരത്തുന്ന അത്ഭുതമായിരുന്നു. കാരണം എന്താണെന്നറിയാമോ? ചില ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ സംസ്ഥാനത്തിൽ, ഞാൻ സാധാരണ പോയി പ്രസംഗിക്കുന്ന അരുണാചൽ പ്രദേശ് എന്ന് പറയുന്ന ആ സംസ്ഥാനത്തിലെ എല്ലാ ഇടങ്ങളിലും ആ അത്ഭുതം അറിയുവാനിടയായി. അത് സുഗന്ധം പരക്കുന്നത് പോലെ എല്ലാ ഇടങ്ങളിലും പരക്കുവാനിടയായി. അതേപോലെ കർത്താവ് നിങ്ങളിൽ ചെയ്യുന്ന അത്ഭുതങ്ങൾ, കർത്താവ് നിങ്ങൾക്ക് നൽകുന്ന വിടുതലുകൾ, കർത്താവ് നിങ്ങൾക്ക് നൽകുന്ന സൗഖ്യങ്ങൾ, അത് സുഗന്ധം പരത്തുവാൻ തുടങ്ങും. മറ്റുള്ളവർക്ക് സുഗന്ധമായി തീരുന്ന, മറ്റുള്ളവർക്ക് ആശ്വാസമായി തീരുന്ന, മറ്റുള്ളവരെയും ഈ അത്ഭുതത്തിലേക്ക് നയിക്കുന്ന ഒരു ഉപാധിയാക്കി പരിശുദ്ധാത്മാവിന് അത് തീർക്കുവാൻ കഴിയും. നിങ്ങളിൽ നിന്ന് സുഗന്ധം പരക്കുവാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ പ്രവർത്തിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ സുഗന്ധം പരത്തുന്ന വ്യക്തികളായി തീരുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അതോടൊന്ന് തന്നെ പരിശുദ്ധാത്മാവ് എണ്ണ പോലെ നമ്മിൽ പ്രവർത്തിക്കുന്ന സന്ദർഭത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തി നമ്മിലൂടെ പുറപ്പെടുവാനിടവരും. ഓയിൽ ഓഫ് പവർ. എണ്ണകളിലെല്ലാം ശക്തിയുണ്ട്. മണ്ണിൽ നിന്ന് ലഭിക്കുന്ന എണ്ണകൾ, പെട്രോൾ മണ്ണിൽ നിന്ന് ലഭിക്കുന്നതാണ്. ക്രൂഡ് ഓയിൽ തന്നെ ഒരു അത്ഭുതമാണ്. ക്രൂഡ് ഓയിലിൽ നിന്ന് 90-ലധികം വിവിധങ്ങളാകുന്ന കാര്യങ്ങളാണ് പുറപ്പെടുന്നത്. അതിലൊന്നാകുന്നു പെട്രോൾ, മറ്റൊന്ന് ഡീസൽ. ഈ എണ്ണകളിലെല്ലാം, മണ്ണെണ്ണയാകട്ടെ, പെട്രോൾ ആകട്ടെ, ഡീസൽ ആകട്ടെ, ഇതിലെല്ലാം ശക്തിയുണ്ട്. എന്തിനേറെ വെളിച്ചെണ്ണയിൽ ശക്തിയുണ്ട്, കടുകെണ്ണയിൽ ശക്തിയുണ്ട്. അതിലടങ്ങിയിരിക്കുന്ന ശക്തി, ആ ശക്തി പലതിനും ഉപകരിക്കുന്നതാണ്. മണ്ണിൽ നിന്ന് ലഭിക്കുന്ന ക്രൂഡ് ഓയിൽ, അത് ശുദ്ധീകരിച്ചുണ്ടാകുന്ന എണ്ണകൾ, പെട്രോൾ പോലെയുള്ളത് വാഹനങ്ങളെ ഓടിക്കുന്നു, വിമാനങ്ങളെ പറത്തിക്കുന്നു, കപ്പലുകളെ കടലിൽ ഓടിക്കുന്നു. അതിലൂടെ വ്യാപരിക്കുന്ന ശക്തി. അതേപോലെ പരിശുദ്ധാത്മാവിൻ്റെ എണ്ണ നിങ്ങളെ മൂടുന്ന സന്ദർഭത്തിൽ നിങ്ങളിൽ വ്യാപരിക്കുന്ന ശക്തി മണ്ണിൽ നിന്നുള്ള ശക്തിയല്ല, സ്വർഗത്തിൽ നിന്നുള്ള ശക്തിയാണ്. നിങ്ങളെ ദൗത്യങ്ങളിൽ ഓടിക്കുവാൻ പ്രാപ്തിയുള്ള ശക്തിയാണ്. ലക്ഷ്യത്തിൽ എത്തിക്കുവാൻ പ്രാപ്തിയുള്ള ശക്തിയാണ്. മുൻപിലുള്ള തടസ്സങ്ങളെ തകർക്കുവാൻ പ്രാപ്തിയുള്ള ശക്തിയാണ്. വെളിപ്പെടുന്ന ശത്രുത്വങ്ങളെ കീഴ്പ്പെടുത്തുവാൻ പ്രാപ്തിയുള്ള ശക്തിയാണ് പരിശുദ്ധാത്മാവിൽ നിന്ന് പുറപ്പെടുന്ന ദൈവത്തിൻ്റെ ശക്തി. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ എണ്ണ പോലെ പ്രവർത്തിക്കുവാൻ തുടങ്ങുമ്പോൾ അവിടുത്തെ അത്യന്ത ശക്തി നിങ്ങളിലൂടെ പുറപ്പെടുവാനിടവരും. നാം കർത്താവാകുന്ന യേശു ക്രിസ്തു തൻ്റെ ശുശ്രൂഷയുടെ പ്രാരംഭ നാളുകളിൽ നസ്രേത്ത് പട്ടണത്തിൽ, താൻ ജനിച്ച നസ്രേത്ത് പട്ടണത്തിൽ വന്ന് ദൈവവചനം പള്ളിയിൽ ശുശ്രൂഷിക്കുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമുക്കിത് കാണുവാൻ കഴിയുന്നുണ്ട്. നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു നസ്രേത്തിൽ വന്നു. നസ്രേത്തിൽ കർത്താവ് പള്ളിയിൽ വന്ന് പുസ്തകം നിവർത്തി. അതൊരു നസ്രേത്ത് മാനിഫെസ്റ്റോ എന്നാണ് സാധാരണ പറയപ്പെടുന്നത്. യേശു രാജാവാകുന്നുവല്ലോ, മഹാരാജാവാകുന്നുവല്ലോ. യേശുവിൻ്റെ രാജ്യത്തിൻ്റെ മാനിഫെസ്റ്റോയാണ്. ആ മാനിഫെസ്റ്റോയിൽ യേശു പുസ്തകം തുറന്ന് ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവിൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിപ്പാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. ഇത് കർത്താവാകുന്ന യേശു ക്രിസ്തുവിൻ്റെ ദൈവരാജ്യ സംബന്ധമാകുന്ന മാനിഫെസ്റ്റോയാണ്. എന്തിനാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നത്? ബന്ധിക്കപ്പെട്ടവരെ സ്വതന്ത്രരാക്കുവാൻ വേണ്ടിയാണ്. ഈ ഭാഗം വായിച്ചതിന് ശേഷം കർത്താവ് പള്ളിയിൽ ഇതിനെക്കുറിച്ചുള്ള വിശദീകരണം നടത്തുവാനിടയായി. ആ വിശദീകരണത്തിൻ്റെ പ്രാരംഭ സമയങ്ങളിൽ ആളുകൾ അവനെ ഉറ്റുനോക്കി.
എന്നാൽ അല്പം കഴിഞ്ഞപ്പോൾ അവർ സംശയിക്കുവാൻ തുടങ്ങി. അവർ യേശുവിനെ വിരൽ ചൂണ്ടിയിട്ട് പറയുകയാണ്, ഇത് യോസഫിന്റെ മകനല്ലേ, ഇത് മറിയയുടെ മകനല്ലേ, അവന്റെ സഹോദരന്മാർ നമ്മോടുകൂടെ ഉണ്ടല്ലോ, അവന്റെ സഹോദരിമാർ നമ്മോടുകൂടെ ഉണ്ടല്ലോ. കർത്താവിൽ അവർ ഇടറിപ്പോയി. അവർക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. യേശുവിന്റെ പ്രഭാഷണം മുഖാന്തരമായി അവർ ഇടറിപ്പോയി. അതിന്റെ പരിണിത ഫലമാണ് അവർ യേശുവിനെ തള്ളി പള്ളിയുടെ പുറത്താക്കി. നസ്രേത്ത് പട്ടണം ഇരിക്കുന്നത് ഒരു പർവ്വതത്തിന്റെ മുകളിലാണ്. ആ പർവ്വതത്തിന്റെ അഗ്രത്തോളം യേശുവിനെ തള്ളി കൊണ്ടുപോയി തലകീഴായി തള്ളിയിടുവാൻ വേണ്ടി അവർ ശ്രമം നടത്തുകയാണ്. അവരെല്ലാവരും വളരെ ശക്തിയേറിയവരാണ്, നല്ല ആരോഗ്യമുള്ളവരാണ്. അവരുടെ കായികമാകുന്ന കഴിവുകൾ കൊണ്ടാണ് അവർ യേശുവിനെ തള്ളുന്നത്. അവർ തള്ളിയിടുവാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, അവരുടെ പട്ടണം പണിതിരുന്ന മലയുടെ വക്കോളം കൊണ്ടുപോയി തലകീഴായി തള്ളിയിടുവാൻ ഭാവിച്ചു. അവനോ അവരുടെ നടുവിൽ കൂടി കടന്നുപോയി. ശ്രദ്ധേയമല്ലേ? അത്രയും പേർ ഒരുമിച്ച് തള്ളിയതിനു ശേഷവും 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് യേശു ഈ പള്ളിയിൽ വന്ന് പ്രസംഗിക്കുന്നത്. ശാരീരിക ആരോഗ്യം വെച്ച് പറയുകയാണെങ്കിൽ, ശരീരത്തിന്റെ ബലം വെച്ച് പറയുകയാണെങ്കിൽ, ഉപവാസത്തിന് ശേഷം അത്ര കാര്യമായ ബലമൊന്നും ശരീരത്തിൽ വ്യാപരിക്കുവാൻ സാധ്യതയില്ല. അങ്ങനെയെങ്കിൽ ഈ ശക്തന്മാരുടെ നടുവിലൂടെ യേശു എങ്ങനെയാണ് കടന്നുപോയത്? അത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്, ഉയരത്തിൽ നിന്നുള്ള ശക്തിയാണ്. ഉയരത്തിൽ നിന്നുള്ള ശക്തി യേശുവിൽ വ്യാപരിച്ച സന്ദർഭത്തിൽ യേശു ശക്തന്മാരുടെ നടുവിലൂടെ കടന്നു പോകുവാനിടയായി. ആർക്കും അവനെ പിടിച്ചു നിർത്തുവാൻ കഴിഞ്ഞില്ല. എത്ര ശക്തന്മാർ നിങ്ങളെ എതിർത്താലും, ലോകത്തിലെ എത്ര ദുഷ്ടശക്തികൾ നിങ്ങളെ എതിർത്താലും, പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ മേലുണ്ടെങ്കിൽ ആ ദുഷ്ടശക്തികളുടെ ഇടയിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാൻ കഴിയും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 10-ാമത്തെ അധ്യായം 27-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, അഭിഷേകം നുകത്തെ തകർക്കുമെന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പുഷ്ടി നിമിത്തം അഥവാ അനോയിന്റിങ് ഓയിൽ നിമിത്തം, അനോയിന്റിങ് ഓയിൽ, അഭിഷേകത്തിന്റെ എണ്ണ നിമിത്തം നുകങ്ങൾ തകർന്നു പോകും. പിശാചിനൊരു പണിയുണ്ട്. അവൻ മനുഷ്യരുടെ മേൽ ഓരോ നുകങ്ങൾ വെക്കുന്നവനാണ്. രോഗത്തിന്റെ നുകം വയ്ക്കും, നിരാശയുടെ നുകം വയ്ക്കും, പരാജയത്തിന്റെ നുകം വയ്ക്കും, തകർച്ചയുടെ നുകം വയ്ക്കും, കുടുംബ പ്രശ്നങ്ങളുടെ നുകം വയ്ക്കും. ആ നുകങ്ങൾ തകരണമെന്നുണ്ടെങ്കിൽ അനോയിന്റിങ് ഓയിൽ, പുഷ്ടി നിമിത്തം, അഭിഷേകത്തിന്റെ എണ്ണ നിമിത്തം നുകങ്ങൾ തകർന്നു പോകുവാനിടവരും. ഞാൻ ഈ പറയുന്ന സന്ദർഭത്തിൽ തന്നെ നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മേലുള്ള നുകങ്ങൾ തകർന്നു പോകുവാനിടവരും. ഞാൻ വിശ്വസിക്കുന്നു ഈ സന്ദർഭത്തിൽ തന്നെ ദൈവശക്തി നിങ്ങളായിരിക്കുന്ന മുറികളിൽ ഇറങ്ങുകയാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങുന്ന ഈ സമയത്ത് തന്നെ രോഗത്തിന്റെ നുകങ്ങൾ നിങ്ങളിൽ നിന്ന് ഒടിഞ്ഞു പോകുകയാണ്. നിങ്ങളുടെ കണ്ണുകളെ ബാധിച്ചിരിക്കുന്ന രോഗമുണ്ടല്ലോ, ആരുടെയോ കണ്ണുകളെ ബാധിച്ചിരിക്കുന്ന രോഗം ഇപ്പോൾ നസ്രയനാകുന്ന യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ ആ കണ്ണുകൾ സൗഖ്യമാകുന്നു. യേശുവിൻ നാമത്തിൽ കണ്ണുകൾ സൗഖ്യമാകുന്നു. ആത്മാവിൽ എനിക്ക് ബോധ്യമാകുന്നു, ആമീൻ, തലച്ചോറ് സംബന്ധമായി വളരെ ഗുരുതരമാകുന്ന രോഗബാധിതനാകുന്ന ഒരു വ്യക്തി ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുകയാണ്. നീ ആയിരിക്കുന്ന കിടക്കയിൽ നിന്ന് ഇപ്പോൾ യേശുവിൻ നാമത്തിൽ ചാടി എഴുന്നേൽക്കുക. നിന്റെ ബ്രെയിൻ സെൽസുകൾ സൗഖ്യമാകട്ടെ. പുഷ്ടി നിമിത്തം, അനോയിന്റിങ് ഓയിൽ നിമിത്തം നുകങ്ങൾ തകരട്ടെ. ഒരൊറ്റ നുകത്തിന് പോലും നിന്റെ ശരീരത്തിൽ ഇനി തുടരുവാൻ കഴിയുകയില്ല. ഈ അഭിഷേകത്തിലുള്ള ശക്തി, എണ്ണയിലുള്ള ശക്തി ആ നുകങ്ങളെ തകർക്കുകയാണ്. ആ എണ്ണ കൊണ്ടാണ് 23-ാം സങ്കീർത്തനത്തിൽ നാം പ്രാരംഭത്തിൽ വായിച്ച വാക്യം, ആ എണ്ണ കൊണ്ടാണ് എൻ്റെ തലയെ അവൻ അഭിഷേകം ചെയ്യുന്നത്. നിങ്ങളുടെ തലയെ ഈ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യണം, പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ അതിന് മറ്റൊന്നും ആവശ്യമില്ല. നിങ്ങളുടെ യാതൊരു പ്രവൃത്തിയും ആവശ്യമില്ല, നിങ്ങളുടെ പണം ആവശ്യമില്ല, നിങ്ങളുടെ അധ്വാനം ആവശ്യമില്ല. കേവലം നിങ്ങൾ വിശ്വസിക്കുവാൻ മാത്രം തയ്യാറായാൽ മതി. എൻ്റെ ശത്രുക്കൾ കാണുകയെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എൻ്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. എണ്ണ കൊണ്ടുള്ള അഭിഷേകം നിന്റെ തലമേൽ വരുമ്പോൾ നിന്റെ പാനപാത്രം പിന്നെ നിറഞ്ഞ് കവിഞ്ഞൊഴുകുകയാണ്. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ
യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം എന്നേക്കും വസിക്കുവാനിടവരും. പ്രിയമുള്ളവരെ, ഈ അനുഭവങ്ങളിലേക്ക് നിങ്ങൾ വരുമ്പോൾ ലോകത്തിലെ ഒരു എന്റർടൈൻമെന്റും വേണ്ട, സന്തോഷത്തിനുള്ള ഉപാധികളും വേണ്ട. നിരന്തരം എന്നേക്കും നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനോട് കൂടെയുള്ള വാസം ചെയ്യുവാൻ കഴിയും. അവന്റെ ആലയത്തിൽ, അവന്റെ മന്ദിരത്തിൽ അവനോട് കൂടെ എന്നേക്കും നിങ്ങൾക്ക് വാസം ചെയ്യുവാൻ കഴിയും. അതൊരു ഭാഗ്യകരമാകുന്ന അനുഭവമല്ലേ? അതിനുവേണ്ടിയാണ് പരിശുദ്ധാത്മാവ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. എന്നോട് ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമോ? ഇപ്പോൾ തന്നെ കർത്താവ് നിങ്ങളെ ആ അത്ഭുതങ്ങളിലേക്ക് കൈപിടിച്ച് നടത്തുവാൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധ പിതാവേ, യേശുക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ അത്ഭുതങ്ങളുടെ നിമിഷമാകുന്നുവല്ലോ. പരിശുദ്ധാത്മാവിന്റെ എണ്ണ അവരുടെ മേൽ ഒഴുകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ദാവീദിനെ അഭിഷേകം ചെയ്ത കർത്താവേ, ആ എണ്ണ അവരുടെ തലമേൽ ഇപ്പോൾ ഒഴിക്കണമേ. ഒരു രാജകീയ അഭിഷേകം അവരുടെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ നിയമത്തിലെ രാജകീയ പുരോഹിത വർഗം ഇപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ചലനങ്ങൾക്ക് വിധേയമാകട്ടെ. പരിശുദ്ധാത്മാവിന്റെ എണ്ണ അവരുടെ മേൽ ഒഴുകുവാൻ ഇടവരട്ടെ. നിരാശകൾ അവരുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി മാറിപ്പോകട്ടെ. നിരാശയുടെ നുകങ്ങൾ തകരട്ടെ. ദുർഗന്ധം പരത്തുന്ന എല്ലാ അവസ്ഥകളും മാറിപ്പോയി അവർ സുഗന്ധം പരത്തുന്നവരായി തീരുവാൻ ഇടവരട്ടെ. യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ തന്നെ അങ്ങ് പ്രവർത്തിക്കണമേ, അങ്ങ് പ്രവർത്തിക്കണമേ. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ ശത്രുത്വങ്ങളുടെ നടുവിൽ വിജയം അവർക്ക് ലഭ്യമാകുവാൻ തക്കവണ്ണം അവരുടെ മേൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഈ നിമിഷത്തിൽ തന്നെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഓരോ പ്രിയപ്പെട്ടവരും അങ്ങിൽ നിന്ന് സൗഖ്യം പ്രതീക്ഷിച്ചിരിക്കുന്നവർ, അവരുടെ മേൽ യേശുവിന്റെ ആണിപ്പഴുതുള്ള കരം വരുവാനിടവരട്ടെ. യേശുവിന്റെ ആണിപ്പഴുതുള്ള കരം വരുന്ന നിമിഷത്തിൽ തന്നെ അവരുടെ മേലുള്ള രോഗശക്തികൾ അവരെ വിട്ടുപോയി യേശുവിൻ നാമത്തിൽ അവർ സൗഖ്യമാകുവാനിടവരട്ടെ. കർത്താവ് അത് ചെയ്യുന്ന സ്നേഹത്തിനായി സ്തോത്രം. അത്ഭുത സൗഖ്യത്തെ അങ്ങ് അയക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. സകല മഹത്വവും സ്തുതിയും സ്തോത്രവും അങ്ങയ്ക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളെ നിറച്ചിരിക്കുകയാണ്. ആ വിശ്വാസത്തിൽ മുന്നോട്ട് പോകുക. സൗഖ്യങ്ങൾ നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങളെ അറിയിക്കുവാൻ നിങ്ങൾ സന്നദ്ധരാകണം. കർത്താവിന്റെ സമൃദ്ധമാകുന്ന ആശീർവാദം വരുന്ന ദിവസങ്ങളിൽ നിങ്ങളോട് കൂടെയിരിക്കട്ടെ. God bless you.